മോർണിംഗ്, അമൃത മിസ് ആണ്. അപ്പൊ മക്കളെ, നമ്മളെല്ലാരും ഭയങ്കര സന്തോഷത്തിലാണല്ലേ? കാരണം നമ്മൾ കാത്തിരുന്ന നമ്മുടെ മാത്സിന്റെ ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ മക്കളെ, നിങ്ങൾക്കൊക്കെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന മിസ് വിശ്വസിക്കുകയാണ്. അടിപൊളി ടെക്സ്റ്റ് ബുക്ക് അല്ലേടാ? അടിപൊളി ടെക്സ്റ്റ് ബുക്ക് അല്ലേ കൈ കിട്ടിയത്? പുതിയ പുതിയ ചാപ്റ്റേഴ്സും അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. അതില് 1ാമത്തെ ചാപ്റ്റർ മുതൽ 10ാമത്തെ ചാപ്റ്റർ, നിങ്ങൾക്ക് മൊത്തം 10 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ആ ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണ് ആ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനും നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് പരിചയപ്പെടാനും കൂടിയാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മക്കള് സ്കൂളിലൊക്കെ പുതിയ ചാപ്റ്റേഴ്സ് തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ, പുതിയ ടെക്സ്റ്റ് ബുക്കിലെ. അപ്പൊ മിസ്സിന് ആ വിശേഷങ്ങളൊക്കെ അറിയണം. അതിനു മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ എന്തൊക്കെയാ ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം. റെഡി? അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിസ് പറഞ്ഞു 10 ചാപ്റ്റേഴ്സ് ആണ് മക്കൾക്ക് പഠിക്കാനുള്ളത്. 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന പാറ്റേൺസ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സൂപ്പർ ചാപ്റ്റർ ആണ്. അതിൽ ഒരുപാട് പാറ്റേൺസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഇപ്പൊ മിസ് നിങ്ങൾ വിചാരിക്കും മിസ്സേ ഞങ്ങൾക്ക് അറിയാം, പേര് തന്നെ ഇരിപ്പുണ്ട്. അതെ, മാത്സില് ഒരുപാട് പാറ്റേൺസുകൾ ഉണ്ട്. റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. അതിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് തന്നെയാണ് നമ്മളുടെ 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. പിന്നെ നമ്മളുടെ 2ാം ചാപ്റ്റർ എന്ന് പറയുന്ന ലൈൻസ് ആൻഡ് ആംഗിൾസ്. നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലും ഇതേപോലത്തെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട്. എടുത്തു തുടങ്ങിയ സ്കൂളിൽ ചിലപ്പോൾ നമുക്കത് പഠിപ്പിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ ഏകദേശം വലിയ ടെൻഷനൊന്നും ഇല്ലാത്ത ഒരു ഈസി ചാപ്റ്റർ ആണ് ലൈൻസ് ആൻഡ് ആംഗിൾസ്. നമ്പർ പ്ലേ, നമ്പർ സിസ്റ്റം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ ഓൾറെഡി നമ്പേഴ്സിനെ കുറിച്ചൊരു ചാപ്റ്റർ പഠിച്ചായിരുന്നു. ചിലപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ആയിരിക്കും അല്ലെ നമ്മുടെ പുതിയ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡാറ്റ ഹാൻഡ്ലിംഗ്, ഗ്രാഫുകളെ പറ്റിയും അല്ലാതെ ഡീറ്റെയിൽസിനൊക്കെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ പ്രൈം ടൈം. ഓക്കെ, അതേപോലെ 6ാമത്തെ ചാപ്റ്റർ പെരിമീറ്റർ ആൻഡ് ഏരിയ, 7ാമത്തെ ചാപ്റ്റർ ഫ്രാക്ഷൻസ്, 8ാമത്തത് പ്ലേയിങ് വിത്ത് കൺസ്ട്രക്ഷൻസ്, 9 സിമ്മട്രി ആൻഡ് ലാസ്റ്റ് വൺ ദ അതർ സൈഡ് ഓഫ് സീറോ. പേരുകൾ തന്നെ സൂപ്പർ പേരുകളാണ് അല്ലെ. ഓരോ ചാപ്റ്ററിന്റെ പേരുകൾ തന്നെ അടിപൊളി പേരുകളാണ്. അതേപോലെ തന്നെ അടിപൊളി ചാപ്റ്റേഴ്സും ആയിരിക്കും. ഇത് നമ്മൾ ഈ ഒരു വർഷം നമുക്ക് പഠിക്കാനുള്ള ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ ഇതിലെ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് പഠിക്കണം. അപ്പൊ നാളെ മക്കളെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ചാപ്റ്ററിലെ ഓരോ ലൈവുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇനി അങ്ങോട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ മക്കൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. മക്കൾക്ക് സ്കൂളിൽ ഇപ്പൊ ഏത് ചാപ്റ്റർ ആണ് എടുക്കുന്നത്, നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് താഴെ പറയുക. ഓക്കെ, നിങ്ങളെ സ്കൂളിൽ ഏത് ചാപ്റ്ററാ എടുക്കുന്നേ, എങ്ങനെയാ എടുക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങളെ അറിയിക്കുക. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകളും വീഡിയോസും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ മക്കളെ മറക്കണ്ട, ഈ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡൗട്ട് ഉള്ളത്, ഏത് ചാപ്റ്റർ ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ കമന്റ് ആയിട്ട് പറയാം. നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ് ആയിട്ടും അതിനുള്ള സൊല്യൂഷനുമായിട്ട് മിസ് വരുന്നതാണ്. സോ താങ്ക് യു സ്റ്റുഡൻസ്, താങ്ക് യു സോ മച്ച് for your valuable time. Have a great time. Bye everyone.